ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഒരു ആൺകുട്ടി ജന്മനാ തന്നെ ഗ്ലൈക്കോമ ബാധിച്ചതുകൊണ്ട് ഈ കുഞ്ഞിന് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗർഭം അലസിപ്പിക്കാനും ഡോക്ടർ ആ മാതാപിതാക്കൾക്ക് ഉപദേശം കൊടുത്തു. പക്ഷേ ഡോക്ടറിന്റെ ഉപദേശം തള്ളി അമ്മ ആ മകനെ പ്രസവിച്ചു. ജനിച്ചപ്പോൾ തന്നെ കാഴ്ചയ്ക്ക് തകരാറുകൾ ഉണ്ടായിരുന്നു. എങ്കിലും സംഗീതത്തെ അവൻ പ്രാണനെ പോലെ സ്നേഹിച്ചു. 12ാമത്തെ വയസ്സിൽ ഫുട്ബോൾ കളിക്കിടയിൽ അപ്രതീക്ഷിതമായി പന്ത് കണ്ണിൽ തറച്ചതോടെ അവന്റെ ലോകം എന്നേക്കുമായി ഇരുട്ടിലായി. കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കാഴ്ച പോയതോടെ അവന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ആ ഇരുട്ടിലിരുന്ന് അവൻ ലോകത്തെ കേട്ടു. പിയാനോയിലും തൻ്റെ ശബ്ദത്തിലും അവൻ വിസ്മയങ്ങൾ തീർത്തു. പക്ഷെ ഒരു ഗായകൻ എന്ന നിലയിലുള്ള അവൻ്റെ തുടക്കം അതത്ര എളുപ്പമായിരുന്നില്ല. അവൻ നിയമം പഠിച്ചു. രാത്രികളിൽ ബാറുകളിൽ പിയാനോ വായിച്ച് ഉപജീവനം നടത്തി. തനിക്ക് കാഴ്ചയില്ല എന്ന പരിമിതിയെ അവൻ ഒരിക്കലും ഒരു തടസ്സമായി കണ്ടതേയില്ല. 30കളിലെത്തിയപ്പോഴേക്കും ലോകം ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഇറ്റാലിയൻ ടെനോർ ഗായകരിൽ ഒരാളായ ആൻഡ്രിയ ബോസെല്ലി ആയിരുന്നു അത്. ആ ബാലൻ ഗർഭകാലം മുതൽ വെല്ലുവിളി നേരിട്ടവൻ ജീവിതത്തിൽ നേടിയത് ഗ്രാമി, എമ്മി പുരസ്കാര നോമിനേഷനുകളാണ്. ടെനർ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ആൽബങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഗായകൻ. 1999 ബിൽബോർഡിന്റെ ക്ലാസിക്കൽ ടോപ്പ് 10 ചാർട്ടിൽ ഒരേ സമയം 1, 2, 3 സ്ഥാനങ്ങൾ നേടി ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആൻഡ്രിയ ബോസെല്ലി നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. നമുക്ക് മുന്നിൽ ഇരുട്ട് വീണാൽ അതിൻ്റെ അർത്ഥം ആ വഴി അവസാനിച്ചു എന്നല്ല, ഉള്ളിലെ വെളിച്ചം തെളിയിക്കാനുള്ള സമയമായി എന്നാണ്. ആൻഡ്രിയ ബോസെല്ലിയുടെ വാക്കുകൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണെന്ന്. ശരിയല്ലേ? നമ്മളിൽ പലരും ചെറിയ പരാജയങ്ങളിൽ തളർന്നു പോകാറുണ്ട്. പക്ഷേ സ്വപ്നം കാണാൻ കണ്ണ് വേണമെന്നില്ല പ്രിയപ്പെട്ടവരെ, മനസ്സ് മാത്രം മതി എന്നാണ് ബോസെല്ലി നമ്മളെയൊക്കെയും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം, പരിമിതികളെയും വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റാം.